എയർക്രാഫ്റ്റ് എക്സ്പേർട്ട് അഗസ്റ്റിൻ ജോസഫ് മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ശ്രീ അഗസ്റ്റിൻ ജോസഫ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. യെസ്, ഈ വ്യോമയാന മേഖലയിലെ ഒരു വിദഗ്ധൻ, പരിചയസമ്പന്നൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയൊരു വിമാന ദുരന്തം നടന്നിട്ടുണ്ടാവുക? ഇത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. എന്താന്ന് പറഞ്ഞാല് ഈ 787 ഡ്രീം ലൈനർ എന്ന് പറഞ്ഞാല് ലോകത്തുണ്ടാക്കിയിട്ടുള്ളതിൽ ഏകദേശം ഏറ്റവും നല്ലൊരു വിമാനമാണ്. ഞാൻ കണ്ടിടത്തോളം പല വീഡിയോയും മീഡിയയിൽ കൂടെ കണ്ടതും ന്യൂസിൽ കൂടെ വായിച്ചതും ഒക്കെ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഉള്ളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ കണ്ട വീഡിയോസൊന്നും കണ്ട ന്യൂസൊന്നും എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം 25 മുതൽ 30 സെക്കൻഡ് വരെ എയർബോൺ ആയിട്ടുള്ളൂ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് പ്ലെയിൻ ക്ലൈംബ് ചെയ്യാൻ, മുകളിലോട്ട് പൊങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അത് താഴോട്ട് വന്ന് വീഴുന്നത്. അതിന്റെ കാരണം തീർച്ചയായിട്ടും എൻജിനിൽ ത്രസ്റ്റിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻജിന് അത് പ്ലെയിനിന് മുമ്പോട്ട് പോകാനും മുകളിലോട്ട് പോകാനുമുള്ള ആ പുഷ് കിട്ടാൻ വേണ്ടി അതിന് തകരാറെന്തോ വന്നു. അപ്പോ അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആ സമയത്ത് ആ റൺവേന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും അതിന്റെ എൻജിനകത്ത് പോയി എൻജിൻ തകരാറ് വന്നു. അല്ലെങ്കിൽ ആ ആക്സലറേറ്റ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എൻജിന്റെ വേറെന്തോ തകരാറ് വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ഏകദേശം 20-30 സെക്കൻഡേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ പൈലറ്റ്സിന് ഇതിന് റിയാക്ട് ചെയ്യാനും ഇതിനെന്തെങ്കിലും കറക്റ്റ് ചെയ്യാനും. അപ്പോ അത് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോയിൽ കാണാം, ഈ പൈലറ്റ്സ് ആ പ്ലെയിനിന്റെ മുൻഭാഗം മുകളിലോട്ട് കൊണ്ടുപോവാണ്. എന്താന്ന് പറഞ്ഞാൽ അത് താഴോട്ട് പോവാണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് എൻജിനിൽ നിന്ന് ത്രസ്റ്റ് കുറവാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എൻജിന്റെ ത്രസ്റ്റ് ആ പുഷ് തന്നെ ഇല്ലാതെ വന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് ചെയ്തത് ആ വീഡിയോയിൽ കാണുന്നത് ആ പ്ലെയിനിന്റെ നോസിനെ മുകളിലോട്ട് പോക്കുന്നു. പക്ഷെ അത് പ്ലെയിൻ താഴോട്ട് വന്ന് ഇടിച്ച് എക്സ്പ്ലോഡ് ചെയ്യുന്നു. വിങ്ങിനകത്ത് മുഴുവൻ ടണ്ണ് കണക്കിന് ഇന്ധനമാണ്, പ്ലെയിനിന്റെ ഫ്യൂവലാണ്. അപ്പൊ അത് താഴെ ഇടിക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് ഇത്രയും അധികം മരണം വരാൻ കാരണം. ഇതിന് ഈ കാരണങ്ങൾ ഒന്നില് എൻജിൻ ത്രസ്റ്റ് പോയി, എന്തെങ്കിലും അതിനുള്ളിൽ കയറി, അത് പക്ഷികളാകാം, വേറെ ഫോറിൻ ഓബ്ജക്റ്റ് ഡാമേജ് എന്ന് പറയാം, റൺവേയിൽ തന്നെ വേറെ ഫോറിൻ ഓബ്ജക്ട് ഡാമേജ് വരാം. പിന്നെ വേറെ കാരണങ്ങൾ അതിന്റെ സിസ്റ്റംസ് എന്തെങ്കിലും ഫെയിൽ ആയി കാണും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസ് ആണ്. ഇപ്പോഴുള്ള പ്ലെയിനുകളെല്ലാം അതിന്റെ എൻജിൻ മാനേജ്മെന്റ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ ആ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ പൈലറ്റ് എന്ത് ചെയ്താലും ആ കമ്പ്യൂട്ടറാണ് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. എൻജിന്റെ ത്രസ്റ്റിന്റെയും എൻജിൻ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതൊക്കെ കമ്പ്യൂട്ടറാണ് അതിന് കൊടുക്കുന്നത്. പൈലറ്റ് അകത്തിരുന്ന് അതിന്റെ ത്രസ്റ്റ് ലിവർ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ത്രോട്ടിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചെയ്യുകയാണെങ്കിലും അതിന്റെ ഫൈനൽ ഇൻപുട്ട് എൻജിനിലോട്ട് കൊടുക്കുന്നത് കമ്പ്യൂട്ടേഴ്സാണ്. അപ്പൊ അതിലെന്തെങ്കിലും ഫെയിലിയർ വന്നാലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്, ആ വീഡിയോസിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, അവർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 400-500 അടി എത്തുമ്പോൾ തന്നെ അവർ ലാൻഡിംഗ് ഗിയർ, അതിന്റെ വീല് മുകളിലോട്ട് എടുക്കും. ഈ വീഡിയോയിലെല്ലാം കാണുന്നത് വീല് മുകളിലോട്ട് എടുത്തിട്ടില്ല. അപ്പൊ മിക്കവാറും ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന അത് ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ഫ്ലൈറ്റ് ആണ്. ഈ ടേക്ക് ഓഫ് സമയവും ലാൻഡിംഗ് സമയവും എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ഫ്ലൈറ്റ് ആണ്. ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ്സിന് സമയം അധികമില്ല. എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും വളരെ കുറച്ച് സമയമുള്ളൂ. എന്താന്ന് പറഞ്ഞാല് പ്ലെയിൻ നിലത്തിന് വളരെ അടുത്താണല്ലോ. അപ്പോ ഉടനെ തന്നെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അപകടം പറ്റും. മാത്രമല്ല ഈ ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യുന്ന രണ്ട് സമയത്തും
ഈ വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ പൈലറ്റിന്റെ കോക്പിറ്റിൽ, ആ പ്ലെയിനിന്റെ കോക്പിറ്റിൽ 2 പേരാണ് മുമ്പിലിരുന്ന് ഫ്ലൈ ചെയ്യുന്നത്. അതിൽ ഒരാള് മറ്റേ ആളെ അസിസ്റ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഒരു പൈലറ്റാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേക്ക് ഓഫ് ലാൻഡിങ് സമയത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടത്, വർക്ക് ലോഡ് ഉള്ളത്, ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സമയമില്ലെങ്കിൽ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ വീഡിയോസിൽ കാണുന്നത്. വളരെ ഒരു 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 ബാഡ് സിറ്റുവേഷനിലാണ് ഈ ആക്സിഡന്റ് പറ്റിയിട്ടുള്ളത്. അത്രയാണ് എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അല്ല, അപ്പോൾ അങ്ങനെ ഒരു പല ടീംസും വരും. ഈ എഞ്ചിൻ തകരാറ് മനസ്സിലായി കഴിയുമ്പോൾ പിന്നീട് ഒരു ക്രാഷ് ലാൻഡിംഗ് അല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല എന്നാണോ? അല്ല, ഈ പ്ലെയിൻ ഏകദേശം 500 അടി 600 അടി വരെ പൊങ്ങിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ താഴോട്ട് വന്ന് ഇടിക്കാൻ സെക്കൻഡുകളെ ഉള്ളൂ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ. ആ പ്ലെയിനിന് ഉയരം കൂടുതലായിരുന്നെങ്കിൽ, വളരെ അധികം ഉയരത്തിൽ പറക്കുന്ന സമയത്തിൽ എഞ്ചിന് തകരാറ് വല്ലതും വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ സമയമുണ്ട് നമുക്ക് പൈലറ്റ്സിന് അതിന് റെസ്പോണ്ട് ചെയ്യാനും അതിന് എന്താണ് പറ്റിയിട്ടുള്ളതെന്ന് അറിയാനും ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ അത് ക്രിട്ടിക്കൽ ഫേസ് അല്ല. വളരെ ഹൈറ്റിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ സമയമുണ്ട് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ ടേക്ക് ഓഫ് ചെയ്ത ആ സമയത്ത് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോ അവർക്ക് സെക്കൻഡുകളെ ഉള്ളൂ അത് വല്ലതും ചെയ്യാൻ പറ്റാൻ വേണ്ടി. അപ്പോ അത് കാരണം ഇതൊരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇത് പറ്റിയിട്ടുള്ളത്.